അപ്പം ഇപ്പോൾ ഒരു സമയം 7:30 ആയിട്ടുണ്ട്. അപ്പം ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുള്ള കറക്റ്റ് ടൈമാണ്. സോ ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ മാംഗോ സ്റ്റിക്കി റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ശരിക്കും അഹാന കൃഷ്ണയുടെ മാംഗോ സ്റ്റിക്കി റൈസ് കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. കുറേ കാലം മുന്നെയാണ് അവരത് കാണിച്ചത്. ഞാൻ ഇൻസ്പയർഡ് ആയതും ഞാനിങ്ങനെ കറക്റ്റ് ടൈം നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പം മാംഗോയുടെ സീസണാണ്. സോ ഞാൻ വിചാരിച്ചു വൈ നോട്ട്. പുതിയ പുതിയ ഡിഷസ് ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ഒരു സന്തോഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് കരുതുന്നു. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പല റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു റീസൺ അഹാന കൃഷ്ണയാണ്. അപ്പോൾ അഹാന കൃഷ്ണ കാരണമാണ് ഞാനിപ്പോൾ ഇത് ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ഈ മാംഗോ സ്റ്റിക്കി റൈസ്. പിന്നത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്വീറ്റ് ടൂത്ത് ഉള്ള ഒരാളാണ്. എനിക്ക് സ്വീറ്റായിട്ടുള്ള എന്ത് സാധനങ്ങൾ തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് തരുന്നവരെ ഇഷ്ടമാണ്. സോ സ്പൈസി ഇഷ്ടമാണ് കേട്ടോ, എന്നാലും അതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് എപ്പോഴും സ്വീറ്റ് ആയിരിക്കും. മൗത്തിൻ്റെ ഇവിടെ ഒരു അൾസറുണ്ട്, ഭയങ്കര പെയിനാണ്. സംസാരിക്കുമ്പോഴും അത് എന്തോ ഒരു വിയേർഡായിട്ട് തോന്നുന്നില്ല. ഇവിടെ ഒരു അൾസറുണ്ട്. എനിക്ക് എപ്പോഴും ഈ ഒരു സമ്മർ സീസൺ ആകുമ്പോൾ മൗത്തിൽ അൾസർ വരാറുണ്ട്. ഐ ഡോണ്ട് നോ ദ കറക്റ്റ് റീസൺ. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ മാംഗോയുടെ ഈ കറയുണ്ടല്ലോ, ആ കറയുടെ എന്തോ ഒരു അലർജിക് റിയാക്ഷൻ എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. സോ അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും മാംഗോ സ്റ്റിക്കി റൈസിലേക്ക് പോകാം. ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വെറുതെ ഒന്ന് നിരത്തി വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് റൈസ് വേണം, സ്റ്റിക്കി റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ്, സ്പെഷ്യൽ റൈസ് വേണം. പിന്നെന്താണ്, മാംഗോ, ഓഫ് കോഴ്സ് പഴുത്ത നല്ല മാമ്പഴം വേണം. പിന്നെ എള്ള് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള എള്ള്. എൻ്റെ കയ്യിൽ ഇപ്പം ബ്ലാക്ക് സിസം സീഡ്സ് മാത്രമേ ഉള്ളൂ, വൈറ്റ് ഇല്ല. അതുപോലെ തന്നെ കോൺഫ്ലോർ, നമ്മുടെ ഇതിന് വേണ്ട സോസ്, കോക്കനട്ട് മിൽക്കിന്റെ കൂടെ നമ്മൾ സോസ്, അപ്പൊ അതിന് തിക്കനിങ് ആയിട്ട് നമ്മൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടി കോൺഫ്ലോർ വേണം, പഞ്ചസാര വേണം. പിന്നെ എന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ ഒരു നുള്ളു ഉപ്പ് വേണം. പിന്നെന്താണ്, ഞാനിവിടെ കോക്കനട്ട് മിൽക്കിനായിട്ട് ഉപയോഗിക്കുന്നത് KLFന്റെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഇത് അതിന്റെ പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് കോക്കനട്ട് മിൽക്കിന് വേണ്ടി ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഇതേ ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ബെസ്റ്റ്, ഇത് തന്നെയാണോ ബെസ്റ്റ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറിന് എന്നോട് പറയണം കേട്ടോ. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പൊ 2 സെറ്റ് ഓഫ് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഒരു സെറ്റില് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈസ് ഒന്ന് കുതിർത്ത് വെക്കാനായിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. ഇനി ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈസ് നമുക്ക് കോൺഫ്ലോർ കുറച്ചിട്ട് കുറച്ച് തിക്കായിട്ട്, ഇതൊരു സിറപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനാണ്. അപ്പൊ 2 തേങ്ങാപ്പാൽ ഞാനൊന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇതിന്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർക്കണം. അപ്പൊ ലൈറ്റായിട്ടുള്ള നമ്മൾ റൈസ് സോക്ക് ചെയ്ത് വെക്കാൻ പോകുന്ന തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടൊന്ന് ചൂടാക്കുക. ഇത് നമുക്ക് തിക്ക് സോസ് ആക്കാനുള്ളതാണ്. അപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺഫ്ലോറും ഇട്ടിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ട് നമുക്ക് അത് സോസാക്കി എടുക്കണം. സോ നമ്മുടെ ഈ സ്റ്റിക്കി റൈസിലോട്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിതൊന്ന് കുതിർത്ത് വെക്കാം. ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് പിടിക്കട്ടെ. സോ ഫൈനലി മാംഗോ സ്റ്റിക്കി റൈസ് ഈസ് ഡൺ. അപ്പം ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. സൂപ്പർ. മാംഗോ സ്റ്റിക്കി റൈസ് ഇഷ്ടമായോ? എനിക്കിതിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമായിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.